നമസ്കാരം. HRPMന്റെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ടിലേക്ക് സ്വാഗതം. കലാശക്കൊട്ട് ബോധ്യപ്പെടുത്തിയത് UDF ഒരുപാട് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഭരണപരമായ കാര്യങ്ങളിൽ പരാജയപ്പെട്ട വ്യക്തി, വികസന പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയാതെ പൊതു താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി, ജനവിശ്വാസം നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ശ്രീ ബാബുരാജ് കഴിഞ്ഞ 5 കൊല്ലം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ച വ്യക്തി ഈ കാലയളവിൽ ഉള്ള കുടിവെള്ള പദ്ധതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വാർത്ഥത മൂലം മുടങ്ങി. ദേശീയപാതയുടെ ഭൂമി കയ്യേറിയ കയ്യേറ്റക്കാർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകി പഞ്ചായത്ത് ഓഫീസ് AC വൽക്കരണം നടത്തിയതൊഴികെ എടുത്തു പറയാവുന്ന വികസനങ്ങൾ ഒന്നും തന്നെ പഞ്ചായത്തിലുണ്ടായില്ല. എന്തിനേറെ പറയണം, പഞ്ചായത്ത് സെക്രട്ടറി ചട്ടങ്ങൾക്ക് വിധേയമായി കയ്യേറ്റക്കാർക്ക് നൽകിയ സ്റ്റോപ്പ് മെമ്മോ നടപ്പിലാക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. റേഷൻ അരി കുംഭകോണം നടത്തി അനധികൃതമായി പണം സമ്പാദിച്ചു എന്ന വാർത്ത മുഴുവൻ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളതാണ്. പുതുക്കാട് സെന്ററിൽ നടന്ന കലാശക്കൊട്ട് പൊതുജനങ്ങൾ ബോധവാന്മാരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. ഇടതുമുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിലുള്ള മത്സരമാണ് പുതുക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കൾക്ക് പിഴവ് സംഭവിച്ചതായി സാധാരണക്കാരായ പൊതുജനങ്ങളിൽ ആരോപണമുയർന്നിരുന്നു.